എല്ലാവർക്കും ടെക്കിലെ മലത്തിലെ സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോട്ടോ എഡ്ജ് 50 പ്രോയും സാംസങ് ഗാലക്സി S23 FE നമ്മളെ കമ്പാരിസൺ ആണ്. സോ രണ്ട് സ്മാർട്ട് ഫോൺസും നമ്മളൊരു 5000 തൊട്ട് 6000 പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. സോ അത്രയും പ്രൈസ് കൊടുത്ത് നമ്മൾ S23 FE എടുക്കണോ അല്ലെങ്കിൽ മോട്ടോ എഡ്ജ് 50 പ്രോ എടുക്കണോ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഡിസൈൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ മോട്ടോ എഡ്ജ് 50 പ്രോയ്ക്ക് 8.2 mm ആണ് തിക്നെസ് വരുന്നത്, 186 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ വീഗൻ ലെതർ ബാക്കാണ് വരുന്നത്, പിന്നെ അലൂമിനിയം ഫ്രെയിമാണ് വരുന്നത്, IP68 റേറ്റിംഗ് വരുന്നുണ്ട്. അതേസമയം S23 FE ആണെങ്കിൽ 8.2 mm തിക്നെസ് തന്നെയാണ് വരുന്നത്, സെയിം തിക്നെസ് ആണ് വരുന്നത്, 209 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്, ഇച്ചിരി കൂടി ഹെവിയർ ആണ്. കാരണം ഗ്ലാസ് ബാക്കാണ്, ബാക്കിൽ ഗോറില്ല ഗ്ലാസ് 5 ആണ് വരുന്നത്, അലൂമിനിയം ഫ്രെയിം വരുന്നുണ്ട്, IP68 റേറ്റിംഗ് വരുന്നുണ്ട്. സോ ഡിസൈൻ പേഴ്സണൽ പെർസ്പെക്റ്റീവ് ആണ്, പക്ഷേ ഡിസൈൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ബിൽഡ് ക്വാളിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ ബെറ്റർ ആയിട്ട് എടുക്കുന്നത് S23 FE ആണ്. ഇനി ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ മോട്ടോ എഡ്ജ് 50 പ്രോയിൽ 6.7 ഇഞ്ചിൻ്റെ കർവ്ഡ് 1.5K 144 ഹെർട്സ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 10 ബിറ്റ് ആണ്, POLED ആണ് വരുന്നത്. HDR10+ഉം 2000 nits ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ വലിയ ഇൻഫർമേഷൻ ഒന്നുമില്ല, എല്ലായിടത്തും എന്താ പറയുക വലിയ ഇൻഫർമേഷൻ ഒന്നും കിട്ടിയില്ല. ഇത് നമ്മൾ S23 FEയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 6.4 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ഫ്ലാറ്റ് 120 ഹെർട്സ് 8 ബിറ്റ് ഡൈനാമിക് 2x AMOLED പാനലാണ് വരുന്നത്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 1450 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരിക, ഗോറില്ല ഗ്ലാസ് 5 ആണ് പ്രൊട്ടക്ഷൻ വരിക. ഡിസ്പ്ലേ ക്വാളിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ പ്യുവർ സ്പെക്ക് ഡിസ്പ്ലേ ക്വാളിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ മോട്ടോ എഡ്ജ് 50 പ്രോ ആണ് ബെറ്റർ. ഒന്ന് 144 ഹെർട്സ് ഡിസ്പ്ലേ ആണ്, വലിയ ഡിസ്പ്ലേ ആണ്, 10 ബിറ്റ് ആണ്, ബ്രൈറ്റ്നസും കൂടുതലാണ്. സോ ബെറ്റർ ഡിസ്പ്ലേ വരുന്നത് നമ്മുടെ മോട്ടോ എഡ്ജ് 50 പ്രോയിലാണ്. പിന്നെ കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ കർവ്ഡ് വേഴ്സസ് ഫ്ലാറ്റ് ആണ്. ഇപ്പോൾ ഇഷ്ടമുള്ളവർക്ക് കർവ്ഡ് ഇഷ്ടമുള്ളവർക്ക് മോട്ടോ പോകാം, ഫ്ലാറ്റ് ഇഷ്ടമുള്ളവർക്ക് S23 പോകാം. ക്വാളിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിലായാലും 10 ബിറ്റ് AMOLED ആണ് വരുന്നത് മോട്ടോ എഡ്ജ് 50 പ്രോ. അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ മോട്ടോ ആയിരിക്കും ബെറ്റർ. ഇനി ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് സ്മാർട്ട് ഫോൺസിനും ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. രണ്ടിലും ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ സ്റ്റീരിയോ സെപ്പറേഷനും കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിട്ട് എടുക്കുന്നത് മോട്ടോ എഡ്ജ് 50 പ്രോയിലാണ്. സോ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇച്ചിരി ബെറ്റർ ആയിട്ട് എടുക്കുന്നത് മോട്ടോ എഡ്ജ് 50 പ്രോയിലാണ്. ഇനി പെർഫോമൻസിൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ മോട്ടോ എഡ്ജ് 50 പ്രോയിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 7 Gen 3 ആണ് വരുന്നത്. 4 nm TSMC മാനുഫാക്ചറിംഗ് പ്രോസസ്സാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. സ്പെക്കാൻ താഴെ കൊടുത്തിട്ടുണ്ട്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. SD കാർഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതേസമയം S23 FEയിലാണെങ്കിൽ നമുക്ക് എക്സിനോക്സിൻ്റെ സാംസങ്ങിൻ്റെ തന്നെ Exynos 2200 ആണ് വരുന്നത്. 4 nm സാംസങ് മാനുഫാക്ചറിംഗ് പ്രോസസ്സാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. LPDDR5 റാമും UFS 3.1 സ്റ്റോറേജ് ആണ് വരുന്നത്. സോ പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ S23 FE ആണ് ബെറ്റർ ആയിട്ട് എടുക്കുന്നത്. അതൊരു ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ആണ്. അത് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 7 Gen 3 ഒരു മിഡ് റേഞ്ച് ചിപ്സെറ്റ് ആണ്. സോ അതിൻ്റെ ഡിഫറൻസ് എന്തായാലും നമുക്ക് കാണാൻ പറ്റും. ആൻറ്റിറ്റി സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ എഡ്ജ് 50 പ്രോയിൽ 8,66,863 ആണ് ടോട്ടൽ സ്കോർ വരിക. CPU 2,56,787, GPU 2,72,332 ആണ് വരുന്നത്. അതേസമയം S23 FEയിൽ Exynos 2200 ആണ് പറയുന്നതെങ്കിൽ 11,53,811, CPU 3,24,635, GPU 4,20,764. ഗീക്ക് ബെഞ്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ മോട്ടോ എഡ്ജ് 50 പ്രോയിൽ സിംഗിൾ 1,138, മൾട്ടി 3,120. S23 FE ആണെങ്കിൽ സിംഗിൾ 1,563, മൾട്ടി 3,840. സോ നമുക്കറിയാം പെർഫോമൻസ് ബെറ്റർ ആയിട്ട് എടുക്കുന്ന S23 FE ആണ്. രണ്ടും ഒരു ഗെയിമിംഗ് ഫോൺ അല്ല, ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ അല്ല. കാരണം S23 FEയിലാണെങ്കിലും ത്രോട്ടിൽ കൊണ്ടൊരു 56% വരെ GP ത്രോട്ടിലാവുന്നത്. ത്രോട്ടിൽ ടെസ്റ്റിൽ കാര്യങ്ങളൊക്കെ ത്രോട്ടിലിംഗ് വരുന്നുണ്ട്. S23 FE ആണ് ഇച്ചിരി ഹീറ്റ് ആവുന്നത്. കാരണം ഗെയിം കളിക്കുമ്പോൾ ഒരു എഡ്ജ് 50 പ്രോ ഒരു 40 ഡിഗ്രിയാണ് ഹീറ്റ് ആവുന്നതെങ്കിൽ S23 FE ഒരു 45 ഡിഗ്രി 45 ഡിഗ്രി ഹീറ്റ് ആവും, 5 ഡിഗ്രി കൂടുതൽ ഹീറ്റ് ആവുന്നുണ്ട്. ഒന്ന് ഫ്ലാഗ്ഷിപ്പ്, പിന്നെ ഒന്ന് ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റും പിന്നൊന്ന് മിഡ് റേഞ്ച് ചിപ്സെറ്റുമാണ്. അതിൻ്റെ ഡിഫറൻസ് എന്തായാലും കാണും. ഒന്നിൽ S2 കോർ വരുന്നുണ്ട്, മറ്റേതിൽ സാധാ പെർഫോമൻസ് കോറാണ് വരുന്നത്. അതിൻ്റെ ഡിഫറൻസ് എന്തായാലും കാണിക്കും. ഹീറ്റ് ജനറേഷൻ കൂടുതലാണ്. പിന്നെ സാംസങ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ത്രോട്ടിലാവും ചെയ്യും. രണ്ടും ഗെയിമിംഗ് ഫോൺ അല്ല. സോ അതുകൊണ്ട് തന്നെ ലോങ് ടൈം ഗെയിമിങ്ങിന് ഇപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഗെയിം കളിക്കുന്ന ആളാണെങ്കിൽ ഈ ഫോൺ ഒരിക്കലും രണ്ട് സ്മാർട്ട് ഫോൺസ് ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല. ഇനി OSൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ മോട്ടോ എഡ്ജ് 50 പ്രോയിൽ ഹലോ മോട്ടോയാണ് വരുന്നത്, OU ആയിട്ട് വരുന്നത്. Android 14 വരുന്നുണ്ട്, 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും വരുന്നുണ്ട്. നമ്മുടെ S23 FE ആണെങ്കിൽ 1UI 5.1 ആണ്, Android 13 രണ്ട് ലോഞ്ച് ആയത്. 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റും കിട്ടും. ഇപ്പോൾ നമുക്ക് 1UI 6.1 Android 14 നിൽക്കുന്നത്. OSൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ മോട്ടോ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്, ആഡ്സോ കാര്യങ്ങളോ ബ്ലോഡ്വെയർസോ ഒന്നുമില്ല. സാംസങ്ങിൽ അതുപോലെ തന്നെ ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്, അതുകൊണ്ട് തന്നെ അതിൽ ആഡ്സോ ബ്ലോഡ്വെയർസോ കാര്യങ്ങളോ ഒന്നുമില്ല, വരുന്നില്ല. പിന്നെ ഇത്തിരി ഫ്രീക്വൻ്റ് ആണ്. ഇപ്പോൾ സാംസങ്ങിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ അപ്ഡേറ്റ്സ് ഇച്ചിരി പെട്ടെന്ന് കിട്ടും. മോട്ടോ ഇച്ചിരി സ്ലോ ആണ്, പക്ഷേ ബഗ്സ് കുറവായിരിക്കും. നമ്മൾ ക്യാമറ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ
മോട്ടോ എഡ്ജ് 50 പ്രോയിൽ ഒരു പ്രൈമറി ഒരു 50 മെഗാ പിക്സൽ 50 മെഗാ പിക്സലിൻ്റെ f1.4 ആപ്പച്ചർ വരുന്ന OIS സെൻസറാണ് വരുന്നത്. ഇതിൻ്റെ സെൻസർ എന്ന് പറഞ്ഞാൽ OmniVision OV50E ആണ് വരുന്നത്. 4K 30 fps ആണ് മാക്സിമം റെക്കോർഡ് ചെയ്യാൻ പറ്റുക. സെക്കൻഡറി വരുന്നൊരു 10 മെഗാ പിക്സലിൻ്റെ f2.0 3x ടെലിഫോട്ടോ ക്യാമറയാണ്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാംസങ്ങിൻ്റെ SYK3K1 എന്ന് പറഞ്ഞൊരു സെൻസറാണ് വരുന്നത്. 4K 30 fps ആണ് റെക്കോർഡ് ചെയ്യാൻ പറ്റുക. പിന്നെ നമുക്ക് തേർഡ് സെൻസറായിട്ടുള്ള 13 മെഗാ പിക്സൽ f2.2 അൾട്രാവൈഡ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അൾട്രാവൈഡ് മാക്രോ ആയിട്ട് സെൻസർ ഉപയോഗിക്കാൻ പറ്റും. SK ഹൈനിക്സിൻ്റെ HL1336 എന്ന് പറയുന്ന സെൻസറാണ്. 4K 30 fps ഇവിടെ റെക്കോർഡ് ചെയ്യാം. സോ 3 സെൻസറിൽ നമുക്ക് 4K 30 fps റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇനി സെൽഫി ക്യാമറയുടെ കാര്യം നമ്മൾ പറയുവാണെങ്കിൽ 50 മെഗാ പിക്സൽ f1.9 ആപ്പച്ചർ വരുന്ന ഓട്ടോ ഫോക്കസ് സപ്പോർട്ട് ചെയ്യുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. സാംസങ്ങിൻ്റെ JN5 ആണ് വരുന്നത്. 4K 30 fps റെക്കോർഡ് ചെയ്യാൻ പറ്റുക. അതേസമയം നമ്മൾ സാംസങ് ഗാലക്സി S23 FEയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 50 മെഗാ പിക്സൽ f1.8 ആപ്പച്ചർ വരുന്ന OIS സെൻസറാണ്. സാംസങ്ങിൻ്റെ JN3 ആണ് പ്രൈമറി സെൻസർ വരുന്നത്. നമുക്കിവിടെ 8K 24 fps വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. 4K 1316 സപ്പോർട്ട് ചെയ്യും. പിന്നെ സെക്കൻഡറി ആയിട്ട് 8 മെഗാ പിക്സൽ f2.4 ആപ്പച്ചർ വരുന്ന 3x ടെലിഫോട്ടോ സെൻസറാണ് വരുന്നത്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഉപയോഗിക്കുന്നത് SK ഹൈനിക്സിൻ്റെ HI847 എന്ന് പറഞ്ഞൊരു സെൻസറാണ്. ഇവിടെ 4K 30 fps റെക്കോർഡ് ചെയ്യാൻ പറ്റും. മൂന്നാമതായിട്ട് ഉപയോഗിക്കുന്നത് 12 മെഗാ പിക്സൽ f2.2 ആപ്പച്ചർ വരുന്ന അൾട്രാവൈഡ് ആണ്. ഇതും മാക്രോ ആയിട്ട് ഉപയോഗിക്കാം. സാംസങ്ങിൻ്റെ SYK3L6 എന്ന് പറഞ്ഞൊരു സെൻസറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 4K 30 fps റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇനി സെൽഫിയുടെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ 10 മെഗാ പിക്സൽ f2.4 ആപ്പച്ചർ സെൽഫി ക്യാമറയാണ്. സാംസങ്ങിൻ്റെ SYK3J6 എന്ന് പറയുന്ന സെൻസറാണ്. ഇവിടെ നമുക്ക് 4K 60 fps റെക്കോർഡ് ചെയ്യാം. സോ നിങ്ങൾക്ക് സ്റ്റിൽ ഫോട്ടോസ് എടുക്കാനാണെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ബെറ്റർ മോട്ടോയാണ്. കാരണം കളർ ആക്യുറേറ്റ് ഇച്ചിരി ബെറ്റർ ആണ്. പിന്നെ HDR പെർഫോമൻസ് ഇച്ചിരി സാംസങ്ങിനേക്കാളും ബെറ്റർ ആയിട്ട് എടുക്കുന്നുണ്ട്. ലോ ലൈറ്റിൽ എടുക്കുവാണെങ്കിൽ ഇച്ചിരി ഷാർപ്പറാണ്. ടെലിഫോട്ടോയും ബെറ്റർ ആയിട്ട് എടുക്കുന്നത് നമ്മുടെ മോട്ടോയിൽ തന്നെയാണ് വരുന്നത്. പിന്നെ അൾട്രാവൈഡിൻ്റെ കാര്യത്തിൽ ബെറ്റർ ആയിട്ട് എടുക്കുന്നത് സാംസങ് ആണ്. പക്ഷേ ഇതേ സമയം നമ്മളിപ്പോൾ സെൽഫിയുടെ കാര്യം നോക്കുവാണെങ്കിലും മോട്ടോയാണ് ഇച്ചിരി ബെറ്റർ ആയിട്ട് എടുക്കുന്നത്. കളർ ആക്യുറേറ്റ് ആണ്. പിന്നെ സ്കിൻ ടോൺസ് ഇച്ചിരി ബെറ്റർ ആയിട്ട് എടുക്കുന്നത്. അതേസമയം നമ്മൾ വീഡിയോ കാര്യം നോക്കുവാണെങ്കിൽ നേരെ തിരിച്ചു വരും. വീഡിയോയുടെ കാര്യത്തിൽ ഒരു കോമ്പറ്റീഷനും ഇല്ല. സാംസങ് ആണ് ബെറ്റർ ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ പ്രൈമറി ആയാലും ടെലിഫോട്ടോ ആയാലും അൾട്രാവൈഡ് ആണെങ്കിലും ബെറ്റർ ആയിട്ട് എടുക്കുന്നത്. വീഡിയോയുടെ കാര്യത്തിൽ ഒരു കോമ്പറ്റീഷനും വരുന്നില്ല. സാംസങ് ആണ് ബെറ്റർ. സോ നിങ്ങൾക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഫോണാണ് വേണ്ടെങ്കിൽ ക്യാമറയും സ്റ്റിൽസ് എടുക്കാനും നല്ല പെർഫോമൻസ് വേണം. സ്റ്റിൽസ് എടുക്കാനും വീഡിയോ റെക്കോർഡ് ചെയ്യാനും നമുക്ക് പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ സാംസങ് ആയിരിക്കും ഇച്ചിരി ബെറ്റർ ആയിട്ട് എടുക്കുന്നത്. കാരണം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് കിട്ടും. ഇപ്പോൾ സ്റ്റിൽസ് മാത്രമാണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ ബെറ്റർ ആയിട്ട് എടുക്കുന്നത് മോട്ടോ എഡ്ജ് 50 Pro ആയിരിക്കും. സോ ഞാൻ പറയുന്നത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ അതുകൊണ്ട് തന്നെ ക്യാമറയുടെ കാര്യത്തിൽ നിങ്ങൾ സാംസങ് എടുക്കണമായിരിക്കും ഇച്ചിരി ബെറ്റർ. ഇത് നമ്മൾ ബാറ്ററിയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 2 സ്മാർട്ട് ഫോൺസിലും 4500 mAh ബാറ്ററിയാണ് വരുന്നത്. ഇപ്പോൾ മോട്ടോയുടെ കാര്യം നമ്മൾ പറയുവാണെങ്കിൽ 4500 mAh ബാറ്ററി 125 വാട്ട്സ് ചാർജാണ് ബോക്സിൽ കിട്ടുക. ഇപ്പോൾ നിങ്ങൾ ബേസ് മോഡൽ എടുക്കുവാണെങ്കിൽ 8GB 128 എടുക്കുവാണെങ്കിൽ നമുക്ക് 8GB 256 എടുക്കുവാണെങ്കിൽ 8GB 128 എടുക്കുവാണെങ്കിൽ 68 വാട്ട്സ് ചാർജറാണ് ബോക്സിൽ കിട്ടുക. 0 to 100 ഒരു 18 മിനിറ്റ് കൊണ്ടാവും. നമ്മുടെ 125 വാട്ട്സ് ചാർജറാണെങ്കിൽ 0 to 100 ഒരു 18 മിനിറ്റ് ഉണ്ടാവും. പിന്നെ 50 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. 10 വാട്ട്സിൻ്റെ റിവേഴ്സ് ചാർജിങ് വരുന്നുണ്ട്. സ്ക്രീൻ ഓൺ ടൈം ഒരു 6 മണിക്കൂറാണ് സ്ക്രീൻ ഓൺ ടൈം പറയുന്നത്. മോഡറേറ്റ് യൂസേജ് ആണ്. അതേസമയം സാംസങ്ങിലാണെങ്കിൽ 4500 mAh ബാറ്ററി വരുന്നുണ്ട്. 25 വാട്ട്സ് ചാർജറാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ബോക്സിൽ കിട്ടൂല. അതിൻ്റെ പ്രൈസ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വരും. 0 to 100 ഒരു മണിക്കൂർ 1 അവർ 15 മിനിറ്റ് കൊണ്ടൊക്കെ ആവും. 1 അവർ 15 മിനിറ്റ്സ് കൊണ്ടാവും. 15 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5 മണിക്കൂറാണ് സ്ക്രീൻ ഓൺ ടൈം. സോ രണ്ട് സ്മാർട്ട് ഫോൺസിലും കപ്പാസിറ്റി സെയിം ആണ്. പക്ഷേ മോട്ടോയാണ് ബെറ്റർ. നമ്മുടെ എന്താ പറയുക സ്ക്രീൻ ഓൺ ടൈമിൻ്റെ കാര്യത്തിൽ ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ. കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഫ്ലാഗ്ഷിപ്പ് ചിപ്പ് സെറ്റ് കൊണ്ടാണ് വരുന്നത്. മറ്റേ ഒന്ന് മിഡ് റേഞ്ച് ചിപ്പ് സെറ്റാണ്. അതിൻ്റെ ഡിഫറൻസ് എന്തായാലും കാണിക്കും. സോ അതാണ് മെയിൻ കാരണം. ഡിസ്പ്ലേ ചെറുതായിട്ട് പോലും ബാറ്ററി ലൈഫ് കുറവാണ് സാംസങ്ങിന്. ഒരു കാരണം എന്ന് പറഞ്ഞാൽ ചിപ്പ് സെറ്റിൻ്റെയാണ്. ചിപ്പ് സെറ്റ് ഇച്ചിരി കൂടി പവർ ഹംഗ്രി ആണെന്ന് പറയാം. ഇനി കണക്റ്റിവിറ്റി കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ മോട്ടോ എഡ്ജ് 50 പ്രോയിൽ 15 5G ബാൻഡ് Wi-Fi 6E ആണ് വരുന്നത്. ബ്ലൂടൂത്ത് 5.4 വരുന്നുണ്ട്. NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. USB Type-C 3.1 ആണ്. ഡിസ്പ്ലേ പോർട്ട് 1.4 സപ്പോർട്ട് ഉണ്ട്. അതേസമയം സാംസങ് ഗാലക്സി S23 FE ആണെങ്കിൽ 14 5G ബാൻഡ് വരുന്നുണ്ട്. Wi-Fi 6 വരുന്നുണ്ട്. ബ്ലൂടൂത്ത് 5.3 NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. USB Type-C 3.2 Gen 1 ആണ് വരുന്നത്. ഇവിടെ 2 സ്മാർട്ട് ഫോൺസിലും ഡിസ്പ്ലേ ഔട്ട് വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഒരു മോണിറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ PC ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. സോ കണക്റ്റിവിറ്റി കാര്യത്തിൽ ഓൾമോസ്റ്റ് സിമിലറാണ് 2 സ്മാർട്ട് ഫോൺസും. ഇനി പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് വലിയ ഡിഫറൻസ് വരുന്നത്. മോട്ടോ എഡ്ജ് 50 പ്രോയിലാണെങ്കിൽ ബേസ് വേരിയൻറ്റ് 8GB 256 12GB 256 ആണ് ടോപ്പ് ആൻഡ് വേരിയൻറ്റ് വരിക. 2 വേരിയൻ്റ് ആണ് വരുന്നത്.
അതിൽ ബേസിൻ്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ 8GB 256-ന് 32,000 രൂപയും 12GB 256-ന് 36,000 രൂപയാണ് വരുന്നത്. നമുക്ക് സാംസങ് ഗാലക്സി S23 FE ആണെങ്കിൽ 8GB 128 38,500-ഉം 8GB 256-ന് 41,000 രൂപയാണ് വരുന്നത്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 5,000 തൊട്ട് 6,000 രൂപ ഡിഫറൻസ് വരുന്നുണ്ട്. സോ നമ്മളിനി രണ്ട് സ്മാർട്ട് ഫോൺസിലും ഏതാണ് ബെറ്റർ എന്ന് നോക്കാം, ഏതൊക്കെ കാര്യങ്ങളിലാണ് ബെറ്റർ എന്ന് നമ്മൾ നോക്കാം. ഓരോ ഫോണും കംപ്ലീറ്റ് അല്ലാതെ നമുക്കറിയായിരിക്കും. സോ മോട്ടോയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ബെറ്റർ ഡിസ്പ്ലേ വരുന്നുണ്ട്, പിന്നെ ബെറ്റർ ചാർജിങ് വരുന്നുണ്ട്, ബെറ്റർ നമുക്ക് എന്താ പറയുക സ്റ്റിൽ ഫോട്ടോഗ്രാഫിക്ക് ബെറ്റർ ആയിട്ട് എടുക്കുന്നത് മോട്ടോയാണ്, പിന്നെ ബാറ്ററി ലൈഫ് ഇച്ചിരി ബെറ്റർ ആയിട്ട് എടുക്കുന്നത് മോട്ടോയാണ്. അതേസമയം സാംസങ്ങിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ബിൽഡ് ബെറ്റർ സാംസങ്ങിനാണ്, പിന്നെ ബ്രാൻഡ് വാല്യൂ നമുക്ക് അറിയായിരിക്കും സാംസങ്ങിനാണ് ബെറ്റർ ആയിട്ട് എടുക്കുന്നത്. പെർഫോമൻസ് S23 FE ബെറ്ററാണ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഇച്ചിരി ഫ്രീക്വൻ്റ് ആണ്, പെട്ടെന്ന് നമുക്ക് അപ്ഡേറ്റ്സ് കിട്ടും. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിൽ ബെറ്റർ ആയിട്ട് എടുക്കുന്നത് S23 FE ആണ്. സോ രണ്ടും നിങ്ങൾ അനലൈസ് ചെയ്യുക, നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് ഫോൺ എടുക്കുക. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫ്യൂച്ചർ വീഡിയോ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.